ഹായ്, സിനി സ്വീറ്റ് കോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ. അപ്പോൾ വിഷുവൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നും ഞാനൊരു പായസം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാലട പായസമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പായസത്തിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ളൊരു പായസമായിരുന്നു. ഇത് പക്ഷേ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുന്ന നല്ല അടിപൊളി പാലട പായസമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വേറൊന്നും ചേർക്കാതെ തന്നെ ആ ഒരു പിങ്ക് കളറോട് കൂടിയിട്ടുള്ളൊരു പായസം കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പാലട പായസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ അട എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഇതുപോലത്തെ അടയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ പാലട എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്ന അടയാണ്. ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നില്ല. ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് നെയ്യിലൊന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ വേവിക്കുന്നത് പാലിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പായസത്തിന് വേണ്ടിയിട്ട് വേണ്ടത്. ഞാനിവിടെ കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അട നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ പാലിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഒരു 1/4 കപ്പിനടുത്ത് എടുത്തിട്ടുണ്ട്. മധുരത്തിൻ്റെ അളവ് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കുറച്ച് നെയ്യും വേണം നമുക്കിതിലേക്ക്. അപ്പോൾ നമുക്കിനി പായസം റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അടി കട്ടിയുള്ള പാത്രം വെച്ചാൽ മാത്രം മതി. ഏതെങ്കിലും അടി കട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നന്നായിട്ട് പാല് കുറുകി വരുള്ളൂ. അപ്പോൾ 1 ലിറ്റർ കട്ടിയുള്ള പാലാണ്. അതിലേക്ക് കുറച്ചൊരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം അധികം ചേർക്കണ്ട, പാല് ആണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു അളവിലാണ് ചെയ്യുന്നത്. 1 ലിറ്റർ പാലിലാണ് ചെയ്യുന്നത്. അപ്പോൾ പാല് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് നമുക്ക് ആ പാലടയ്ക്ക് ചെറുതായിട്ട് ആ ഒരു കളറ് കൂടെ കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അട സാധാരണ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് നമ്മൾ പാലൊക്കെ നന്നായി കുറുകിയതിന് ശേഷം മാത്രം അട ചേർത്ത് കൊടുത്താൽ മതി. അതിനേക്കാളും ഈ ഒരു വറുത്ത അടയാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ബാക്കി ആ അട പാലിൽ കിടന്ന് വേകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ വറുത്തതായതുകൊണ്ട് ഈ ഒരു സമയത്ത് അട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലേ അട നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ പാലും പഞ്ചസാരയും അത്യാവശ്യം ഒന്ന് കുറുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അട ചേർത്ത് കൊടുക്കണേ. ആദ്യം തന്നെ അട ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് അട കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം ഇത്തിരി ലോ ആക്കി വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പാലും പഞ്ചസാരയൊക്കെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ആ കളറ് നന്നായിട്ട് കിട്ടും. ആ ഒരു ലൈറ്റ് പിങ്ക് കളറ് നമ്മുടെ പായസത്തിന് കിട്ടും. അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ആ സൈഡിലൊക്കെ ആ ക്രീം പോലെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നന്നായിട്ട് പാല് കുറുകി വരുമ്പോഴാണ് ആ സൈഡിലൊക്കെ ഇങ്ങനെ ക്രീം പോലെ പിടിച്ചിട്ടിരിക്കും. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിനി കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുമ്പോൾ കുറച്ചൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത അത്രയും പാലിൻ്റെ ആ ഒരു അളവ് ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ പാല് നന്നായിട്ട് വറ്റി. അതാണ് കറക്റ്റ് ആ ഒരു കളറൊക്കെ മാറുന്നതും അതുകൊണ്ടാണ്. പാല് നമ്മൾ ചേർത്തത് 1/2 ലിറ്റർ ആണെങ്കിൽ അതിനേക്കാളും താഴെ പോകും. പായസത്തിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും. പക്ഷേ ആ ഒരു കുറുകി വരുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. അടയൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ നമ്മുടെ പാലൊന്ന് കുറുകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് തന്നെ കുറുകി വന്നു. നന്നായിട്ട് അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് മാറിയത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ക്യാമറയിൽ കളർ ഇപ്പോൾ നല്ല ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പിങ്ക് അല്ല, നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഒത്തിരി പിങ്ക് അല്ല, പക്ഷെ ഇതാ ഈ രീതിയിൽ പിങ്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു, കാരണം ഇതിനി ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂനട്ടും എന്താ പറയുക മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പാലടയിൽ ഈ ഒരു കാഷ്യൂനട്ടും മുന്തിരിയൊന്നും ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് രണ്ടും വറുത്തിട്ട് ആ നെയ്യോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് കൂടെ വരുമ്പോൾ പായസത്തിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ദാ ഞാനിത് രണ്ടും വറുത്തിട്ട് ആ നെയ്യോട് കൂടിയിട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു കളർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ലൈറ്റായിട്ടൊരു പിങ്ക് കളറുണ്ട്. സാധാരണ വെള്ള കളറിലുള്ള പായസമല്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ ആ ഒരു പിങ്ക് കളറോട് കൂടിയിട്ടുള്ള പായസമാണ്. ഇതാണ് പായസത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. കണ്ടില്ലേ, അത്യാവശ്യം കുറച്ച് നല്ല ക്രീമി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് പാലട പായസം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്